മൗലവിക്ക് മനസ്സിലായി APK വിഭാഗത്തെ തമ്മിലടിപ്പിച്ച ഇനി നടക്കൂല. കാരണം എന്താണ്? അന്ന് മൗലവി ഹുസൈൻ സലഫി ഇവിടെ പറഞ്ഞ കുരുട്ടു ബുദ്ധിക്ക് നമ്മൾ മറുപടി കൊടുത്തതുപോലെ മറുഭാഗത്തെ സുന്നികളും മറുപടി കൊടുത്തപ്പോ വ്യാജത്വരീക്കത്തേരനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ മൗലവി പണിയെടുക്കണം. ചങ്ങാതിമാരെ, നിങ്ങളുടെ മറുകൂപ്പിൽപ്പെട്ട ആളുകളെ ഞാൻ ഇവിടെ തെളിവിന് കൊണ്ടെന്നാൽ നിങ്ങൾ മുസ്ലിം പോലും അല്ല. കാരണം ഇവിടത്തെ KNM പറയുന്നത്, അപ്പുറത്തെ മടവൂർ മുജാഹിദുകൾ പറയുന്നത് നിങ്ങൾ മുസ്ലിം അല്ലെന്നാണ്. ഇവരെ പോലെ പലരും സമസ്തയിലുണ്ടല്ലോ. ഏത് സമസ്തയിലാ ചങ്ങായി നീ കൊണ്ടുവന്ന ചങ്ങായിള്ള? ഓൻ സമസ്തയിലാന്ന് ഓനും അഭിപ്രായമല്ല, ഞങ്ങൾക്കും അഭിപ്രായമല്ല. പിന്നെ ആരെ എന്നോട് ഓൻ സമസ്തയിലാന്ന്? ഈ കർണാടകയിൽ ഇവിടെ 1-2 ആഴ്ചയായി സലഫികൾ കറങ്ങി കളിക്കുകയാണ്. എന്നിട്ട് എന്തെഞ്ചാൻ ചെയ്ത് സലഫികള് വഹാബികൾ ഇങ്ങനെ കറങ്ങി കളിച്ചിട്ട് എന്തേ പോൻ ചെയ്ത്? ഓൻ പേരോട് ഉസ്താദിന്റെ കുറച്ച് ഇറച്ചിന്ന്, ഓൻ പൊന്മുള ഉസ്താദിന്റെ കുറച്ച് ഇറച്ചിന്ന് വള്ളർച്ച്. അല്ലാതെ ഈ വഹാബിയക്കെതിരിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തിട്ടിട്ട് വഹാബികളെ ഫോക്കസ് ചെയ്ത ഒരു മുഴുവൻ പ്രസംഗം നിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, മൗലവിക്ക് മനസ്സിലായി APK വിഭാഗത്തെ തമ്മിലടിപ്പിച്ച ഇനി നടക്കൂല. കാരണം എന്താണ്? അന്ന് മൗലവി ഹുസൈൻ സലഫി ഇവിടെ പറഞ്ഞ കുരുട്ടു ബുദ്ധിക്ക് നമ്മൾ മറുപടി കൊടുത്തതുപോലെ മറുഭാഗത്തെ സുന്നികളും മറുപടി കൊടുത്തപ്പോൾ ആലുപോയ ചെകുത്താനെ പോലെ അലയുന്ന ചില മുക്കൂട്ടുകാരുണ്ട്. ആ അടുപ്പും കല്ലുകളിൽ നിന്ന് ഒന്നിനെ കൊണ്ടുവന്ന് ഇനി ആ വിഴുപ്പലക്കലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കിയാണ്ട് വേറൊരു വ്യാജത്വരീക്കത്തേരനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ മൗലവി പണിയെടുക്കണം. നമുക്ക് മാത്രം തോന്നിയ കാര്യമല്ല ഇത്. പിന്നെ ആർക്കാ തോന്നിയത്? ഏതായാലും വഹാബിയക്ക് 100 കൊല്ലത്തിനിടക്ക് പല ജാതി പടച്ചോണ്ട് എന്ന് മനസ്സിലായത് മലയാളത്തിലെ എല്ലാ മനുഷ്യർക്കുമാണ്. അതിനാണ് തെളിവ് ഞാനൊരു ക്രിസ്തീയ പുരോഹിതന്റെ കൊണ്ടുവന്നിട്ടേ. അയാൾക്ക് ഇതുവരെ നിങ്ങൾ മറുപടി കൊടുത്തുക്കണോ മൗലവിമാരെ? എങ്ങനെ കൊടുക്കുക? അത് നിങ്ങളെ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതയല്ലേ. ഇനിയിപ്പം മൂപ്പര് തെളിവിന് കൊണ്ടുവരാ. ആരെ? എന്റെ ചങ്ങാതിമാരെ, നിങ്ങളുടെ മറുകൂപ്പിൽപ്പെട്ട ആളുകളെ ഞാനിവിടെ തെളിവിന് കൊണ്ടെന്നാൽ നിങ്ങൾ മുസ്ലിം പോലും അല്ല. കാരണം ഇവിടത്തെ KNM പറയുന്നത്, അപ്പുറത്തെ മടവൂർ മുജാഹിദുകൾ പറയുന്നത് നിങ്ങൾ മുസ്ലിം അല്ലെന്നാണ്. നിങ്ങൾ മുശ്രിക്കും കാഫിറുമാണ്, ജിന്നിനെ ആരാധിക്കുന്നവരാണ്. അവരുടെ ക്ലിപ്പ് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരെ മറുപടി പറഞ്ഞാൽ അത് നിങ്ങൾ തെളിവായി സ്വീകരിക്കുമോ വഹാബികളെ? മറുപടിക്ക് വരുമ്പോ കുറച്ച് മര്യാദ കാണിക്കണ്ടടോ, കുറച്ച് നീതി കാണിക്കണ്ടടോ. ഒരു ഖണ്ഡനത്തിൽ എന്തൊരു മര്യാദ കേടാണിത്. ഏതായാലും ചങ്ങാതി കൊണ്ടെന്ന ആളെ നമുക്കൊന്ന് നോക്കാം. ഇവരെ പോലെ പലരും സമസ്തയിലുണ്ടല്ലോ. ഏത് സമസ്തയിലാ ചങ്ങായി നീ കൊണ്ടുവന്ന ചങ്ങായിള്ള? ഓൻ സമസ്തയിലാന്ന് ഓനും അഭിപ്രായമല്ല, ഞങ്ങൾക്കും അഭിപ്രായമല്ല. പിന്നെ ആരെ എന്നോട് ഓൻ സമസ്തയിലാന്ന് പറഞ്ഞ്? അവർക്കും തോന്നിയ വിഷയമാണ്, അല്ലെങ്കിൽ അവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. ഇവിടെ പ്രഭാഷണത്തിന് മറുപടിക്ക് വന്ന ആളുകൾ മറുപടി പറഞ്ഞിട്ടില്ല. മുത്തഫഖുൻ അലൈഹിന്റെ പൗറായിപ്പോ ഇപ്പൊ ആകപ്പാട് എന്തായി? ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതിന് മുത്തഫഖുൻ അലൈഹിയായി തെളിവായി. സമസ്തയിൽ തന്നെ ഉള്ള എന്നാരെ എന്നോട് പറഞ്ഞ്? ഏത് സമസ്തയിലാ ഓനുള്ളത്? എവിടെയോ ഓന്റെ മെമ്പർഷിപ്പ്? ഒന്ന് പറഞ്ഞുകൊണ്ടെങ്കായി. എന്തിനാടെ പൊന്നാര ചങ്ങായി ഈ നുണ വന്ന് ഈ തെരുവിൽ ഇങ്ങനെ പറയുന്നത്? സമസ്തയുടെ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു മുസ്ലിയാര് തന്നെ മംഗലാപുരത്ത് വെച്ച് ആ കാര്യം പറഞ്ഞു. അതുകൂടി ഒന്ന് കേൾക്കുക. അങ്ങനെ ഞാൻ നിങ്ങളെ കുറിച്ച് മറ്റേ ഗ്രൂപ്പ് പറയുന്ന കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടാൽ അത് നിങ്ങൾ തെളിവായി സ്വീകരിക്കോ? പറയണം, എന്നിട്ട് ഞാൻ ബാക്കി കൊണ്ടുവന്നിട്ട് തരാ. ഇങ്ങനെയാണോ മുജാഹിദുകളെ ഖണ്ഡനം നടത്തേണ്ടത്? ഇങ്ങനെയാണോ മറുപടിക്ക് വരേണ്ടത്? ഇതിനാണ് മറപിടിക്കുക എന്ന് പറയാ. ഈ കർണാടകയിൽ ഇവിടെ 1-2 ആഴ്ചയായി സലഫികൾ കറങ്ങി കളിക്കുകയാണ്. എന്നിട്ട് എന്തെഞ്ചാൻ ചെയ്ത് സലഫികള് വഹാബികൾ ഇങ്ങനെ കറങ്ങി കളിച്ചിട്ട് എന്തേ പോൻ ചെയ്ത്? ഓൻ പേരോട് ഉസ്താദിന്റെ കുറച്ച് ഇറച്ചിന്ന്, ഓൻ പൊന്മുള ഉസ്താദിന്റെ കുറച്ച് ഇറച്ചിന്ന് വള്ളർച്ച്. അല്ലാതെ ഈ വഹാബിയക്കെതിരിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തിട്ടിട്ട് വഹാബികളെ ഫോക്കസ് ചെയ്ത ഒരു മുഴുവൻ പ്രസംഗം നിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? എന്നിട്ട് അവനെ താങ്ങിട്ടല്ലേ നീ എന്തിന് തൂങ്ങി ചാവാലി എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്. അതപ്പോ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. KC റോഡിൽ ഹുസൈൻ സലഫി വന്നു. അയാളുടെ ഭാഷയിൽ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിന് മലപ്പുറം ജില്ലയിലെ മമ്പാടുള്ള ഒരുത്തനെ കൊണ്ടുവന്നു.
അദ്ദേഹം മറുപടിക്കായി വന്നിട്ട് സലഫി പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് കാമാ പറഞ്ഞില്ല. ചങ്ങാതി, സലഫി ഇവിടെ പറഞ്ഞത് അയാള് സിറാത്തുൽ മുസ്തഖീമാണ് എന്നാ. അതിന് ഞാൻ മറുപടി പറഞ്ഞത് അയാള് സിറാത്തുൽ മുസ്തഖീം അല്ല എന്നാ. അതിന് ഞാൻ തെളിവുദ്ധരിച്ച ഒന്ന്, വഹാബികൾക്ക് സ്ഥിരമായൊരു ദൈവവിശ്വാസമില്ല എന്നാണ്. അത് മറുപടി ആയിട്ടില്ലേ കുഞ്ഞാനെ? അയാളാപ്പ അള്ളാന്റെ കൈയും കാലും നിറഞ്ഞു പോയി. അതും പ്രശ്നല്ലേ? എന്നാ പിന്നെ വഹാബികളൊപ്പം നിന്ന് കണ്ട് അജ്ജു കൊണ്ട മറുപടി എങ്ങനെയാണ്? ഈ കെ എം മൗലവിന്റെ പഠിച്ചൊപ്പം മുജാഹിദീങ്ങൾക്ക് ഇല്ലാതെയായത്? ഈ കൊണ്ട മറുപടി അല്ലേ? എങ്ങനെയാണ് അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷയിലുള്ള പഠിച്ചോൻ ഉമർ മൗലവിക്ക് ഇല്ലാതെയായത്? നീ കൊണ്ട മറുപടി. ഞങ്ങൾക്ക് മുജാഹിദീങ്ങളിൽ നിന്ന് ഇതിന് മറുപടി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇനി മറുപടി നീ കൊണ്ട. നാളെ വഹാബികൾ വീണ്ടും അവിടെ പരിപാടി വെക്കുകയാണ്. അതുകൊണ്ട് എന്തൊരു തീർപ്പതിയോന് അല്ലേ? നമ്മൾ വഹാബിയൊക്കെ മറുപടി പറയുമ്പോ വലിയ ടെൻഷൻ ഉണ്ടാകുന്നത് ആരാ? ഇവനാ അല്ലേ? നിഫാക്ക് എന്നല്ല ഇതിനൊക്കെ പറയാ. കാരണം അവർക്ക് ആഘോഷമാണ്. ആഘോഷം ഓൽക്കല്ല, ഇഞ്ചാനാണ്. ആഘോഷിക്കണേ കുഞ്ഞാനാ, അല്ലാതെ മൗലൈമാരല്ല. മൗലൈമാരുടെ ആഘോഷത്തിലുണ്ട് ഓല പ്രസംഗം കേൾക്കണേ എനിക്ക് മനസ്സിലാവും. കേട്ടല്ലോ, മറുപടി പറഞ്ഞിട്ടില്ല. തെളിവായല്ലോ, മുത്തഫഖുൻ അലൈഹി. ചങ്ങാതിയെ കൊണ്ടുവന്ന് നമ്മളിവിടെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോടുകൂടെ ഭയങ്കര തെളിവായി. ഓ മുജാഹിദ് മൗലവി, ആ മനുഷ്യനെ നിങ്ങൾ ഇവിടെ തെളിവായി കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ്, അയാളെ നിങ്ങൾ തെളിവായി സ്വീകരിക്കുമോ? അയാളെ നിങ്ങൾ ഷാഹിദായി അംഗീകരിക്കുമോ? അയാളെ തെളിവിന് പറ്റുമെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ? പറയണം. എന്നിട്ട് ഞാൻ കുറച്ച് സാധനം തരാം, എന്നിട്ട് നിങ്ങൾ അത് തെളിവായി സ്വീകരിക്കേ. എന്താ ചങ്ങാതിമാരെ? അപ്പൊ APK പറഞ്ഞ് ഇവിടെ ഒന്ന് കുളം കലക്കി മൗലവിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഈ പല്ലി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതിങ്ങനെ എന്ത് ചെയ്യും? ശത്രുക്കളെ കണ്ട വാല അവിടെ മുറിച്ചിട്ട് കൊടുത്തിട്ട് പല്ലി തടികാലിയാക്കും. ഈ രീതിയിൽ ഇവിടെയുള്ള സുന്നികളെ തമ്മിലടിപ്പിച്ച് കണ്ട് കഴിച്ചിലാകാനുള്ള ശ്രമമാണ് ചങ്ങായി നടത്തിയത്. മമ്പാടുകാരൻ എന്ന് പറഞ്ഞാൽ ആരാ? ഞാന് ബഹുമാനപ്പെട്ടല്ല, വിനീതനായ ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ച ആളാണ്. അയിമലൊന്നും സമയം വെറുതെ കളയല്ലേ. അയാളെ നോട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയി എന്നല്ല. അതെ, പിന്നെ ഈ പറയണേ ഞാൻ പറയോ? ഞാൻ എന്റെ വിശ്വാസ പറയാ. എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള നിലപാടും നിങ്ങളെ കുറിച്ചുള്ള ബോധ്യങ്ങളാ പറയാ. ആ ബോധ്യം തെറ്റാണെങ്കിൽ അത് തെറ്റ് എന്ന് പറയാനാണ് നീ ഇവിടെ ട്രെയിൻ ഇറങ്ങണത്. അത് വന്ന് പറ. അൽമനാറിൽ ഞാൻ വായിച്ച പഠിച്ചോങ്ങൾ പറഞ്ഞിട്ടില്ലേ? കണങ്കാലുള്ള പഠിച്ചോനും കണങ്കാലില്ലാത്ത പഠിച്ചോനും നിങ്ങളെ ബുക്ക് തന്നെയല്ലേ? ആകാശത്തിരിക്കണ പഠിച്ചോനും ഇരിക്കാത്ത പഠിച്ചോനും രണ്ടും നിങ്ങളെ പോക്കറ്റിലില്ലേ? മറുപടി പറ. ഇനി നിനക്ക് പറ്റൂലെങ്കിൽ നീ കൊണ്ടുവന്ന മറ്റോൻ പറഞ്ഞോളും മതി, ഞമ്മക്ക് അതിന് മറുപടി കിട്ടണമെന്നുള്ളൂ. ഹുസൈൻ സലഫിക്ക് മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ ഇനി മറുപടി പറയണമെങ്കിൽ ഇതിങ്ങനെ ആന കുമ്പിട്ട മാതിരി ഉണ്ടാവോ? അതിങ്ങനെ തന്നെയാ മറുപടി. സഹോദരങ്ങളെ നിങ്ങൾ നോക്ക്. എന്നിട്ട് ഇവിടെ മൗലവി ചെയ്യണൊരു പണിയുണ്ട്. അതെന്താണ്? നമ്മുടെ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ സിഫത്തിൽ നമ്മൾ വെള്ളം ചേർത്തു എന്ന് പറയാൻ, അള്ളാഹുവിലുള്ള വിശേഷണങ്ങളിൽ നമ്മളാണ് വെള്ളം ചേർത്തത് എന്ന് സ്ഥാപിക്കാൻ മൗലവി ഇവിടെ ഒരു പുസ്തകം വായിക്കുന്നുണ്ട്. വിഷയം എന്താണ്? ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടിമ ഫർളുകളുടെ പുറമെ സുന്നത്ത് കൊണ്ടുകൂടി എന്നോട് അടുത്താൽ, അഥവാ ജീവിതം മുഴുവനും പടച്ചവന്റെ മാർഗത്തിൽ സമർപ്പിച്ചാൽ, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ, അവന്റെ കൈ ഞാനാകും കാല് ഞാനാകും എന്നൊക്കെ ഈ പറയുന്ന ഹദീസ്, ആ ഹദീസ് മഹാന്മാർക്ക് അകലെയുള്ളത് അറിയാനും കാണാനും കഴിയും എന്നതിന്റെ തെളിവായി സമീഅൽ ഖരീബ വൽ ബഈദ് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി ഞാൻ ഇവിടെ പറഞ്ഞില്ലേ മൗലവി? കാമ എന്നതിന് മറുപടി പറഞ്ഞു. റാസി ഇമാമിന്റെ കിതാബ് തൗഹീദ് നെല്ലും ബദലും വേർതിരിച്ച പണ്ഡിതനാണ് അദ്ദേഹം എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? ആ റാസി ഇമാം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സമീഅൽ ഖരീബ വൽ ബഈദ്, അകലെയുള്ളത് കാണാനും കേൾക്കാനും അത്തരം മഹാന്മാർക്ക് കഴിയുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞിട്ടില്ലേ? റാസി ഇമാമിന്റെ കിതാബ് സൂഫി കിതാബാണോ? റാസി ഇമാം സൂഫിയാണോ എന്ന് ഞാൻ ഇവിടെ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞോ മൗലവി? കാമാന്ന് പറഞ്ഞോ? ഇല്ല. പകരം മൗലവി എന്ത് ചെയ്തു? വേറൊരു സാധനം കൊണ്ടുവന്നിട്ട്. അതെന്താണ്? CM സ്മരണിക എന്ന പേരിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഒരാൾ എഴുതിയെടുത്ത് അള്ളാഹു കാണും പോലെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കള്. അത് അള്ളാഹുവിന്റെ
സിഫാത്ത് നിഷേധിക്കലാണ് എന്ന് പറഞ്ഞ് ആ ബുക്കിൽ നിന്ന് അടർത്തിയെടുത്ത് വായിക്കാണ്. അതിന്റെ ബാക്കി നേരെ 4 വരി താഴണ്ട്. അത് വായിച്ചാൽ അത് ഓക്കെയാണ്. പക്ഷെ അത് വായിക്കാതെ കള്ളത്തരം കാണിക്കാണ് മൗലവി. ഇത് CM സ്മരണികയാണ്. അതെ, എന്താ പൈലുള്ളത് മൗലവി പറയട്ടെ. മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട CM-നെ കുറിച്ച് പച്ചയായി എഴുതി വെച്ച കാര്യം എന്താ അറിയോ? അത് പൊറപ്പല്ലേ, CM സ്മരണിക എന്നാണ് ബുക്കിന്റെ പേര് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി. പിന്നെ അങ്ങനെ തേങ്ങാറിനത് ഉരുണ്ടിട്ടാന്ന് പറയേണ്ട ആവശ്യമില്ല, സമയം നീട്ടിപ്പോവുക. കാരണം വിഷയമല്ല, ആക്ഷനേ ഉള്ളൂ. അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും. ആലോചിക്കണം, അല്ല കാണും പോലെ കാണുക, അല്ല കേൾക്കും പോലെ കേൾക്കുക. പക്ഷേ അതിന്റെ ബാക്കിയിൽ എന്താണ്? പക്ഷേ അതത്രയും അള്ളാഹു നൽകിയതായതുകൊണ്ട് അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമല്ല എന്ന വസ്തുത ശ്രദ്ധേയമാണ്. അല്ല കാണും പോലെ കാണും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ കാഴ്ച സ്വതന്ത്രമാണ്. എന്നാൽ ഔലിയാക്കളുടെ കാഴ്ച അല്ല കൊടുത്തതാണ്. അതുകൂടി ഇവിടെ പറഞ്ഞു, വിഷയം ക്ലിയറാണ്. പക്ഷേ ആ വരി മൗലവി വായിച്ചില്ല. ഇങ്ങനെയാണ് മൗലവിമാരുടെ ഉഡായിപ്പ് മറുപടികള്. എന്നിട്ട് നമ്മളെ കുറിച്ച് പറയും കട്ടുകളിപ്പ് എടുത്തൂന്ന്, നമ്മളെ കുറിച്ച് കട്ടുവായിച്ചു എന്ന് പറയും. ഓ മുജാഹിദ് മൗലവി, CM സ്മരണികയിൽ നിങ്ങൾ അർത്ഥം അടർത്തിയെടുത്ത് നിങ്ങൾ വായിച്ച വരിയില് അടുത്ത വരി കൂടി വായിച്ചാൽ നിങ്ങളുടെ പ്രസംഗത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടൂലേ? അള്ളാഹുവിന്റെയും അടിമയുടെയും കഴിവ് വ്യത്യാസമുണ്ടെന്ന് കാര്യകാരണ സഹിതം ആ ബുക്കിലില്ലേ? ഇതുപോലെ ഞാൻ അൽമനാറിൽ നിങ്ങളുടെ ദൈവവിശ്വാസത്തെ കുറിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും ഞാൻ വായിക്കാൻ ബാക്കി വെച്ചതുണ്ടോ? അത് വായിച്ചാൽ നിങ്ങളുടെ വിശ്വാസം ഒന്നാണെന്ന് പറയാൻ പറ്റുന്ന വിധം വരികളുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ വായിച്ച് ഞങ്ങളെ ഭാഗം തെളിയിക്കുന്നത് പോലെ നീ തെളിയിക്ക്. 100 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഒരേ അള്ളയുള്ളൂ നിങ്ങൾക്ക് ഉണ്ടായത്. മൗലവി തുടരട്ടെ. എന്താ ഇവർ എഴുതിയത്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളും നേരത്തെ മനസ്സിലാക്കിയിരിക്കണ്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് അകലെയുള്ള ഔലിയാക്കൾ കാണുമെന്നതിന്റെ തെളിവ് സാരിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് റാസി ഇമാം നൽകിയ വിശദീകരണം മറുപടിക്ക് വന്ന മൗലവി കാമാന്ന് മിണ്ടിയിട്ടില്ല.